ഹലോ ഫ്രണ്ട്സ്, നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ പുറത്തൊക്കെ പോയി ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയം പീസാക്കി കട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ വരഞ്ഞു വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ എല്ലോട് കൂടിയ ചിക്കൻ്റെ പീസുകളാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലോട് കൂടിയതാകുമ്പോൾ നല്ല കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കനൊക്കെ മുങ്ങിയിരിക്കാൻ ആവശ്യമായ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ചിക്കനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെറുനാരങ്ങ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ വിനിഗർ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തേക്ക് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാലിട്ട് വെക്കുമ്പോൾ പാലിൻ്റെ ടേസ്റ്റൊന്നും വരുത്തൊന്നുമില്ല. അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോഴേക്കും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം എടുത്തു വെച്ചതാണ്. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും എടുത്തു വെച്ചിട്ടില്ല, പുറത്ത് തന്നെയാണ് വെച്ചത്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. പാലിട്ട് വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചിക്കൻ. ചിക്കന് എല്ലാം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനെ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു 8 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ചെറിയ ഇഞ്ചിയും, ഒരു വലിയുള്ളിയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലോണം കൈകൊണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം.
അപ്പോഴേക്കും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും. അത് അരമണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ വാട്ടറാണ്. വേറൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അര കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമായ പൊടികളാണ്. ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ പീസ് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കിത് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഒരു 3 സെക്കൻഡ് ഇട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. അധിക സമയം ഇട്ട് വയ്ക്കരുത്. എന്നിട്ട് വീണ്ടും ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അമർത്തി കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക പൊടി. അപ്പോൾ ഇനിയും ലെയറായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളൊന്നുകൂടെ വെള്ളത്തിലിട്ടിട്ട് ഒന്നുകൂടെ പൊടിയിലിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ എല്ലാ ചിക്കനും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായിട്ട് പൊടി പ്രസ് ചെയ്ത് ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഒന്നും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ അധികമായിട്ട് ഈ പൊടിയിലകത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് കളയാം. ഈ വെള്ളത്തിന് നനവ് കൊണ്ട് ചിലപ്പോൾ പൊടികളൊക്കെ പെട്ടെന്ന് കട്ടയായിട്ടിരിക്കും. ആ കട്ടയൊക്കെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിൽ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു സൈഡ് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ മേലത്തെ ലെയറൊന്നും കരിഞ്ഞു പോയില്ല. അപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ പീസസ് കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, KFCയുടെ അതേ സ്റ്റൈലിൽ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തത്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.